ഹായ് സ്റ്റുഡൻസ്, SLC IT മോഡൽ എക്സാമിലെ റോബോട്ടിക്സ് ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻ നോക്കാം. ദ സർക്യൂട്ട് ഡയഗ്രാം ആൻഡ് പിക്ചർ ബോക്സ് കോഡ് പ്രിപ്പയർഡ് ഫോർ റൊട്ടേറ്റിംഗ് ദ സെർവോ മോട്ടർ ഫ്രം 0 ഡിഗ്രി ടു 90 ഡിഗ്രി ആർ ഗിവൺ ബിലോ. ഇപ്പോൾ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്, അതിൻ്റെ പ്രോഗ്രാമും ഇവിടെ തന്നിട്ടുണ്ട്. Build the circuit using the components in the diagram, create the code in the picture blocks and operate the device. Modify the code so that the servo motor moves from 0 degree to 90 degree and then to 180 degree and run the program. Save the edited program with your register number _ servo.sb3 as file name to the exam10 products folder. Use stage mode, upload the firmware before running the program. മലയാളത്തിലെ ക്വസ്റ്റ്യൻ കൂടി നോക്കാം. സെർവോ മോട്ടോർ 0 ഡിഗ്രിയിൽ നിന്ന് 90 ഡിഗ്രിയിലേക്ക് ചലിപ്പിക്കുന്നതിന് തയ്യാറാക്കിയ സർക്യൂട്ട് ഡയഗ്രാം പിക്ചർ ബ്ലോക്സ് കോഡുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഡയഗ്രത്തിലെ ഘടകങ്ങൾ ഉപയോഗിച്ച് സർക്യൂട്ട് നിർമ്മിച്ച് പിക്ചർ ബ്ലോക്സിൽ കോഡ് തയ്യാറാക്കി ഉപകരണം പ്രവർത്തിപ്പിക്കുക. സെർവോ മോട്ടോർ 0 ഡിഗ്രിയിൽ നിന്നും 90 ഡിഗ്രിയിലേക്കും തുടർന്ന് 180 ഡിഗ്രിയിലേക്കും ചലിക്കുന്ന രീതിയിൽ കോഡുകൾ ഉൾപ്പെടുത്തി പ്രവർത്തിപ്പിക്കുക. മാറ്റം വരുത്തിയ പ്രോഗ്രാം exam10 products ഫോൾഡറിൽ നിങ്ങളെ രജിസ്റ്റർ നമ്പർ _ servo.sb3 എന്ന ഫയൽ നാമം നൽകി സേവ് ചെയ്യുക. ഇതൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്കിതിൻ്റെ സർക്യൂട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് സർക്യൂട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഡയഗ്രത്തിൽ തന്നതുപോലെ എല്ലാ സർക്യൂട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പിൻ 3ലേക്ക് കണക്ട് ചെയ്യാനാണ്. പിൻ 3 എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ പോയിന്റിലേക്കാണ് ഡിജിറ്റൽ പിൻ കണക്ട് ചെയ്യേണ്ടത്. പിന്നെ ഗ്രൗണ്ട് കണക്ട് ചെയ്യേണ്ടത് ഇവിടെ, അതേപോലെ തന്നെ 5 വോൾട്ട് ഇവിടെയും കണക്ട് ചെയ്യണം. ഇത്രയാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഒന്ന് ചെയ്യാം. ആദ്യം തന്നെ 5 വോൾട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 5 ഗ്രൗണ്ട് കണക്ട് ചെയ്തു. ഡിജിറ്റൽ പിൻ 3ലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഡിജിറ്റൽ പിൻ 3ലേക്കായിട്ട് ഡിജിറ്റൽ പിൻ 3ലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ആർഡിനോയിലേക്കുള്ള കണക്ഷൻ കൊടുത്തു. ഇനി സെർവോ മോട്ടറിലേക്കുള്ള കണക്ഷൻ കൊടുക്കാം. സെർവോ മോട്ടറിൽ ഈ 3 പിന്നാണുള്ളത്. അതിൽ ഈ റെഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്ത ഇതാണ് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഈ ബ്രൗൺ കളറിലേക്ക് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്താണ് കൊടുക്കുക. ഈ യെല്ലോ കളർ തന്നിരിക്കുന്നത്, ഓറഞ്ച് കളർ തന്നിരിക്കുന്നത് ഇവിടെ ഡിജിറ്റൽ പിന്നിലേക്ക് കണക്ട് ചെയ്ത് വയറാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്തത്, ഇവിടെ 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്ത് ഇവിടേക്ക് കൊടുക്കുന്നു. ഇനി ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്ത് ഇവിടെ കൊടുക്കുന്നു. ഡിജിറ്റൽ പിന്നിലേക്ക് കണക്ട് ചെയ്ത് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യന് തന്നതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യന് തന്നതുപോലെ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, സർക്യൂട്ട് റെഡി ആക്കിയിട്ടുണ്ട്. ആർഡിനോയെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാം. അപ്പം ഇവിടെ 2 ലൈറ്റും ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിക്ചർ ബ്ലോക്സ് കോഡ് ചെയ്യാം. ഇവിടെ ഷോ ആപ്ലിക്കേഷൻസിൽ പിക്ചർ ബ്ലോക്സ് ടൈപ്പ് ചെയ്യാം. പിക്ചർ ബ്ലോക്സ് ഓപ്പൺ ചെയ്തു. ഇവിടെ ബ്ലോക്ക് കോഡിങ് കൊടുത്തു. ഇവിടെ നമുക്ക് ആദ്യമേ ബോർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ആർഡിനോ യൂനോ സെലക്ട് ചെയ്യുക, കണക്റ്റ് എന്നുള്ളത് കൊടുക്കുക. ഇനി ഇവിടെ സ്റ്റേജ് മോഡ് അതിലാണെന്നൊന്ന് നോക്കുക. അതിനുശേഷം നമുക്ക് ആദ്യം തന്നെ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ഡ് എന്നുള്ളതാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇവൻറ്റ്സ് എന്നുള്ളതിൽ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ഡ് എന്നുള്ളത് എടുത്തു. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സെറ്റ് സെർവോ ഓൺ 3. അപ്പോൾ അതിനായിട്ട് സെറ്റ് സെർവോ എന്ന് എടുക്കാൻ ആക്ച്വേറ്റേഴ്സ് എടുത്തു. അതിൻ്റെ സെറ്റ് സെർവോ എന്നുള്ളത് എടുത്തു. ഇവിടെ ഡിജിറ്റൽ പിൻ 3 ആണ് കൊടുക്കേണ്ടത്. ഇവിടെ ഫസ്റ്റ് 0 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ 0 ഡിഗ്രി എന്ന് കൊടുത്തു. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കേണ്ടത് വെയിറ്റ് 1 സെക്കൻഡ്, പിന്നെ സെറ്റ് സെർവോ എന്നുള്ളത് ഇതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് വീണ്ടും കൺട്രോൾ എന്നുള്ളത് എടുത്തു. അവിടെ വെയിറ്റ് എന്നുള്ളത് എടുക്കുക. ഇനി ഇവിടെയായിട്ട് വീണ്ടും സെറ്റ് സെർവോ എന്ന് കൊടുക്കുക. സെറ്റ് സെർവോ എന്ന് കൊടുത്തു. ഇവിടെ ഡിജിറ്റൽ പിൻ 3 ആക്കണം. നമ്മൾ 3ലേക്കാണ് കണക്ട് ചെയ്തത്. അപ്പോൾ 3 എന്ന് കൊടുത്തു. ഇവിടെ 90 ആംഗിൾ എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 90 എന്ന് ടൈപ്പ് ചെയ്താലും മതി. എൻ്റർ പ്രസ് ചെയ്തു. ഒരു പ്രാവശ്യം കൂടി വെയിറ്റ് 1 സെക്കൻഡ് എന്ന് വേണം. അപ്പോൾ ഒന്നും കൂടി വെയിറ്റ് 1 സെക്കൻഡ് എന്ന് കൊടുക്കുക. കൺട്രോളിൽ വെയിറ്റ് എന്നുണ്ട്. ഇങ്ങനെയാണ് നമുക്കിപ്പോൾ പ്രോഗ്രാം തന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് റണ്ണ് ചെയ്യിച്ച് നോക്കാം.
അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ അപ്ലോഡ് ഫേംവെയർ കൊടുത്തു. ഇനി ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചെയ്ത കറക്റ്റ് ആണെങ്കിൽ അത് 0 ഡിഗ്രിയിൽ നിന്ന് 90 ഡിഗ്രിയിലേക്ക് മൂവ് ചെയ്യുന്നത് കാണാം. പിക്ടോബ്ലോക്സിലെ കോഡ് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ 0യിൽ നിന്ന് 90 ഡിഗ്രിയിലേക്ക് മൂവ് ചെയ്യുന്നത് കാണിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് 0യിൽ നിന്ന് 90 ഡിഗ്രിയിലേക്കും പിന്നെ 180 ഡിഗ്രിയിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ അതിനുള്ള കോഡാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്ന് ചെയ്യാം. ഇവിടെ കോഡിൽ മാറ്റം വരുത്താനുണ്ട്. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയാണ്. ഇവിടെ നിന്ന് നമ്മളൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അപ്പോൾ ഈ വന്നത് നമ്മളിവിടേക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് 180 ഡിഗ്രി എന്നാണ്. 180 ഡിഗ്രി എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇതാണ്, 0 to 90 ആൻഡ് ദെൻ 180 ഡിഗ്രി ആൻഡ് റൺ ദ പ്രോഗ്രാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതേപോലെ ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ബ്ലോക്കാണ് ഇവിടേക്ക് നമ്മൾ കൊടുത്തത്. ഇനി ഇതൊന്ന് നമുക്ക് അപ്ലോഡ് ഫേംവെയർ എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ കോഡിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇനി ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിൻ്റെ കോഡിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇനി ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കാം. 0യിൽ നിന്ന് 90, 90യിൽ നിന്ന് 180ലേക്ക് മൂവ് ചെയ്യുന്നത് കണ്ടു. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യാം. 0യിൽ നിന്ന് 90, 90യിൽ നിന്ന് 180ലേക്ക് മൂവ് ചെയ്യുന്നത് കണ്ടു. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്യാനായിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു റെഡ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇനി നമ്മളിത് സേവ് ചെയ്യാനായിട്ട് ഫയലിൽ സേവ് ആസ് എന്ന് കൊടുത്തു. അതിൽ ഹോമിൽ exam10 പ്രൊഡക്ട്സിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രജിസ്റ്റർ നമ്പർ _ എന്നാണ്. അപ്പോൾ അത് തന്നെ കൊടുക്കുക. ഇവിടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു, _ എന്ന് കൊടുക്കുക. ഇവിടെ സേവ് എന്ന് കൊടുത്തു. അപ്പോൾ ഇത് സേവ് ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The circuit diagram and PictoBlox code of a PC controlled door made using Arduino and servo motor as given below. Build the circuit using the components, create the code in the PictoBlox and operate the device. Click on the green flag. Then when D key is pressed on the keyboard, the door opens to 30 degree, and when the C key is pressed, the door closes. Modify the code so that when D is pressed to open the door, it opens fully 180 degree and operate the device accordingly. Save the edited program with your register number _PC _door.sb3 as file name to the exam10 products folder. Use stage mode. Upload the firmware before running the program. മലയാളത്തിലെ ക്വസ്റ്റ്യനും കൂടി നോക്കാം. ആർഡിനോ സെർവോ മോട്ടോർ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു PC കൺട്രോൾഡ് ഡോറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം പിക്ടോബ്ലോക്സ് കോഡുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഡയഗ്രത്തിലെ ഘടകങ്ങൾ ഉപയോഗിച്ച് സർക്യൂട്ട് നിർമ്മിച്ച് പിക്ടോബ്ലോക്സിൽ കോഡ് തയ്യാറാക്കി ഉപകരണം പ്രവർത്തിപ്പിക്കുക. ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് കീബോർഡിൽ D എന്ന കീ അമർത്തിയാൽ ഡോർ 30 ഡിഗ്രി തുറക്കുകയും C എന്ന കീ അമർത്തിയാൽ ഡോർ അടയ്ക്കുകയും ചെയ്യും. D അമർത്തി വാതിൽ തുറക്കുമ്പോൾ ഡോർ മുഴുവനായും തുറക്കുന്ന വിധത്തിൽ കോഡിൽ മാറ്റം വരുത്തി ഉപകരണം പ്രവർത്തിപ്പിക്കുക. മാറ്റം വരുത്തിയ പ്രോഗ്രാം exam10 പ്രൊഡക്ട്സിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _PC _door.sb3 എന്ന ഫയൽ നാമം നൽകി സേവ് ചെയ്യുക. ഇതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് സർക്യൂട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ സർക്യൂട്ട് ഒന്ന് ആദ്യം സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ സർക്യൂട്ട് ഒന്ന് സെറ്റ് ചെയ്യാം. കഴിഞ്ഞ പ്രോഗ്രാമിൽ ചെയ്തതുപോലെ തന്നെ ഡിജിറ്റൽ പിൻ 3ലേക്കാണ് നമ്മളൊന്ന് കണക്ഷൻ കൊടുക്കേണ്ടത്. പിന്നെ 5 വോൾട്ട് ഇവിടേക്കും കണക്ട് ചെയ്യാം. അതേപോലെ ഇവിടെയുണ്ട്. പിന്നെ ഗ്രൗണ്ട്, ഇത്ര എണ്ണത്തിലേക്കാണ് കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് കൊടുക്കാം. ആദ്യം 5 വോൾട്ടിലേക്ക് കൊടുക്കുന്നു. 5 വോൾട്ടിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഡിജിറ്റൽ പിൻ 3യിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഗ്രൗണ്ടിലേക്കും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോന്നും സെർവോ മോട്ടറിലേക്ക് കണക്ട് ചെയ്യണം. ഇത് 5 വോൾട്ട്, അതേപോലെ ഇത് ഡിജിറ്റൽ പിന്നെ ഇത് ഗ്രൗണ്ടാണ്. അപ്പോൾ ആദ്യം 5 വോൾട്ടിൻ്റെ കണക്ഷൻ കൊടുത്തു. നെക്സ്റ്റ് ഡിജിറ്റൽ പിൻ കണക്ട് ചെയ്തു. ഇനി ഗ്രൗണ്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 കണക്ഷനും നമ്മൾ സെർവോ മോട്ടറിന് യൂനോ ബോർഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോഡ് ടൈപ്പ് ചെയ്യാം. പിക്ടോബ്ലോക്സ് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻസിൽ പിക്ടോബ്ലോക്സ് എന്ന് കൊടുക്കുന്നു. ഇവിടെ ബ്ലോക്ക് കോഡിങ് കൊടുക്കുക. ഇവിടെ ബോർഡ് സെലക്ട് ചെയ്തു. പിന്നെ കണക്റ്റ്. ഇവിടെ സ്റ്റേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മൾ ആദ്യം കൊടുക്കേണ്ട ഇവൻറ്റ്സ് ആണ്. അതിൽ വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്നുള്ളത് എടുത്തു. നെക്സ്റ്റ് തന്നിരിക്കുന്നത് സെറ്റ് സെർവോ 3 to 0 ആംഗിൾ എന്നാണ്.
അപ്പോൾ ഇവിടെ വീണ്ടും കൊടുക്കുക സെറ്റ് സെർവോ. അതിനായിട്ട് ആക്ച്വേറ്റേഴ്സ് എടുത്തു. ഇതിൽ സെറ്റ് സെർവോ എന്നുള്ളത് എടുക്കുക. ഇവിടെ 0 ആണ് ആക്കേണ്ടത്, 0 എന്നാക്കി മാറ്റി. ഇനി നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് വെൻ സി കീ ഈസ് പ്രസ്ഡ് സെറ്റ് സെർവോ 3 എന്നാണ് കൊടുക്കേണ്ടത്. അപ്പം സി എന്നുള്ളത് കൊടുക്കുക. അടുത്തത് ഇനി നമ്മൾ ഇവൻസിൽ ഇവിടെ കീ പ്രസ് ചെയ്താലാണ് നമ്മളോട് റൊട്ടേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വെൻ സ്പേസ് എന്നാണ് ഉള്ളത്. ഇവിടുന്ന് അത് നമ്മൾ സി എന്നാക്കി മാറ്റുക. അപ്പോൾ സി എന്നുള്ള കീബോർഡിലെ സി എന്നുള്ള കീ പ്രസ് ചെയ്താൽ 0 ഡിഗ്രി ആംഗിളിലേക്കായി മാറണമെന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ആക്ച്വേറ്റേഴ്സ് എടുത്തു. അതിൻ്റെ അകത്ത് സെറ്റ് സെർവോ എന്നുള്ളത് കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ ഡിജിറ്റൽ പിൻ 3 ആക്കണം. 3യിലാണ് നമ്മൾ കണക്ട് ചെയ്തത്. ഇവിടെ ആക്കിയിട്ടില്ല, 3 എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് 0 ഡിഗ്രിയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ സി പ്രസ് ചെയ്താൽ 0യിലും അതേപോലെ തന്നെ ഡി പ്രസ് ചെയ്താൽ 90 ആണ്. അപ്പോൾ ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെ ഡി എന്ന് കൊടുക്കുക. അതേപോലെ ഇവിടെ തന്നിരിക്കുന്നത് 30 ആണ്. അപ്പോൾ 30 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ 30 എന്ന് ടൈപ്പ് ചെയ്താൽ മതി. എൻ്റർ പ്രസ് ചെയ്തു. ഇതാണ് നമ്മളോട് തന്നിരിക്കുന്ന പ്രോഗ്രാം. അപ്പോൾ നമുക്കിതൊന്ന് അപ്ലോഡ് ഫേംവെയർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഇപ്പോൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇത് 0യിലാണുള്ളത്. ഇനി നമ്മൾ ഡി ആണ് പ്രസ് ചെയ്യുന്നത്, കീബോർഡിൽ ഡി ആണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ അത് 30 ഡിഗ്രി ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും സി, കീബോർഡിലെ സി പ്രസ് ചെയ്യണം. അപ്പോൾ അത് 0 ഡിഗ്രിയിലേക്ക് മൂവ് ചെയ്യുന്നത് കാണാം. ഇനി നമുക്ക് പ്രോഗ്രാം കോഡിലൊന്ന് മാറ്റം വരുത്താം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 180 ഡിഗ്രി, ഡിയിൽ അമർത്തുമ്പോൾ 180 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഇതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് 180 ഡിഗ്രിന്ന് ആക്കി മാറ്റുന്നു. അപ്പോൾ ഇത് മാത്രമാണ് നമ്മളോട് ചേഞ്ചസ് വരുത്താൻ പറഞ്ഞത്. സി പ്രസ് ചെയ്യുന്ന സമയത്ത് 0, അതേപോലെ തന്നെ ഡി പ്രസ് ചെയ്യുന്ന സമയത്ത് 180. ഇനി അപ്ലോഡ് ഫേംവെയർ കൊടുക്കുന്നു. ഇനി നമുക്കിതൊന്ന് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിലെ കോഡിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇനി ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് ഡി കീബോർഡിലെ ഡി ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ 180 ഡിഗ്രിയിൽ അത് റൊട്ടേറ്റ് ചെയ്യുന്ന കാണാം. സിയിൽ പ്രസ് ചെയ്താൽ അത് 0 ഡിഗ്രിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ 180 ഡിഗ്രിയിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ഡി ആണ് പ്രസ് ചെയ്തത്. സിയിൽ പ്രസ് ചെയ്യുമ്പോൾ അത് ക്ലോസ് ചെയ്യുന്നത് കാണാവുന്നതാണ്. നമ്മളിവിടെ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യിക്കുന്നു. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യണം. ഫയലിൽ സേവ് ആസ് കൊടുത്തു. ഇവിടെ എക്സാം 10 പ്രൊഡക്ട്സിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് രജിസ്റ്റർ നമ്പർ _PC_door എന്നാണ്. അപ്പോൾ അത് തന്നെ കൊടുക്കുക. രജിസ്റ്റർ നമ്പർ കൊടുത്തു, _PC_door എന്ന് കൊടുത്തു. .sp3 എന്ന് വേണം സേവ് എന്ന് കൊടുക്കുക. ഇങ്ങനെയാണിത് സേവ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.